ഗെയിം കളിച്ച് കളിച്ച് തലയ്ക്ക് ബോധമില്ലാണ്ടാവും എന്നാ പറയാ. പക്ഷെ ഈ ഗെയിമുകൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തല നല്ല സൂപ്പർ ഷാർപ്പായി മാറും. അപ്പൊ എൻ്റെ കൂടെ ഈ ഗെയിംസ് എല്ലാം കളിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? നമ്മുടെ ജാക്ക പോയി കാട്ടിൽ നീതി തേടി വന്നേക്കാണ്. ഈ മുന്നിൽ നിൽക്കുന്ന മൃഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനായി എന്ത് ചെയ്യാൻ തന്നെ നമുക്ക് ഈ കുഴലൊന്ന് ഊതി നോക്കിയാലോ? കുഴൽ ശബ്ദം കേട്ട് പാമ്പ് വന്നല്ലോ. നമ്മളങ്ങനെ എസ്കേപ്പ് അടിച്ചു. അതുപോലത്തെ വീണ്ടും ഒരെണ്ണം. ഈ പ്രാവശ്യം നമുക്ക് ആ പടക്കം എടുത്തിട്ട് ആ പെട്ടിയുടെ അവിടേക്ക് എറിയാം. അത്ഭുതം എന്ന് പറയട്ടെ, അതാ പെട്ടി വലുതായി ഒരു രാക്ഷസനായി മാറി. അതിന് കഴിച്ചല്ലോ. ദേണ്ട അതുപോലത്തെ ജീവി പിന്നെയും അവിടെ ഇരിക്കുന്ന പ്രതിമയുടെ ഓട്ട ഈ ജെമുമായിട്ട് ഫിറ്റ് ആവല്ലോ. അതാ ലേസർ ബീം ഉപയോഗിച്ച് നമ്മൾ ആ ജീവിയും കൊന്നു. ഇനി അടുത്ത കടമ്പ എന്താണെന്ന് നോക്കാം. ഈ വഴിയിൽ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. എങ്ങനെയാ ബ്രിഡ്ജ് ഉണ്ടാക്കുക? നമുക്ക് ഈ കോടാലി ഉപയോഗിച്ച് ഈ മരം വെട്ടിയിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി നോക്കിയാലോ? അതുപോലെ തന്നെ അവിടെ ഒരു വള്ളിച്ചെടി ഉണ്ട്. ആ വള്ളിച്ചെടി വെച്ചിട്ട് ഇവിടെ കെട്ടി നോക്കിയാലോ? എന്തായാലും ആദ്യം നമുക്ക് ഈ മരം വെട്ടി നോക്കാം. അയ്യോ, ഇതില് തേനീച്ചകളെ നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ. അയ്യോ, തേനീച്ചകളെ നമ്മൾ ഈ ലെവൽ തോറ്റുപോയി. സാരമില്ല, ഈ ലെവൽ നമുക്ക് ഇനിയും കളിച്ചു നോക്കാം. ഈ പ്രാവശ്യം മരം വെട്ടാതെ നമുക്ക് നന്നായി ആലോചിച്ച് തന്നെ തീരുമാനമെടുക്കണം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയോ. മരം വെട്ടി കഴിഞ്ഞാൽ ആ തേനീച്ച കൂടി വീട് നമ്മളെ ആക്രമിക്കും. അപ്പോൾ മരം വെട്ടാതെ എങ്ങനെയാണ് നമ്മൾ ബ്രിഡ്ജ് ഉണ്ടാക്കുക? നന്നായി ഉത്തരം നൽകൂ. നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ തേനീച്ചയാണ്. തേനീച്ചയെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അവന്റെ കയ്യിലുള്ള തീപ്പന്തം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തീപ്പന്തം കാണിച്ച് നമുക്ക് തേനീച്ചയെ അവിടെ നിന്ന് ആദ്യം ഓടിപ്പിക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഈ കോടാലി ഉപയോഗിച്ച് മരങ്ങൾ വെട്ടിയെടുക്കാം. ഇനി ആ വള്ളി ഉപയോഗിച്ച് നമുക്ക് ഈ മരങ്ങൾ കോർത്തിണക്കി ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാമല്ലോ. അതാ നമ്മുടെ കയ്യിൽ നിധി കിട്ടിയല്ലോ. പക്ഷേ ഈ ഭീകരമായ ജീവി നമ്മളെ പിന്തുടരുകയാണ്. ഈ ജീവിയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ കൂടെ ഓടുന്ന ഈ എലികളെടുത്ത് അതിന്റെ മേത്തിക്കറിയാം. നമ്മുടെ കൂടെ മുള്ളമ്പല്ലി ഓടുന്നുണ്ടല്ലോ. അപ്പൊ ആ മുള്ളുകൾ എടുത്ത് എറിഞ്ഞു നോക്കാം. അതുപോലെ തന്നെ പറക്കണ വവ്വാലുകളെ എടുത്ത് എറിഞ്ഞു നോക്കാം. നമ്മൾ ആ ജീവിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇല്ലേ, അത് വീണ്ടും വരികയാണല്ലോ. ഇനി അടുത്ത മാർഗം എന്താ? വേഗം പറയൂ, നിങ്ങൾ തന്നെ പറയൂ. അടുത്ത ഐഡിയ എന്താ? ഇതിനെങ്ങനെ ഓടിപ്പിക്കുക? ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ബാഗ് നമുക്ക് കാണാം. ബാഗ് എടുത്ത് അവന്റെ തലയ്ക്കടിക്കുക. അങ്ങനെ നമ്മൾ ഈ ലെവൽ കംപ്ലീറ്റ് ആക്കി. നിങ്ങളോട് സഹായത്തിന് നന്ദി. വരൂ, നമുക്ക് ഇനി അടുത്ത ഗെയിം എന്താണെന്ന് നോക്കിയാലോ. രാജുവിന്റെ ഫിറ്റ്നസ് കോമ്പറ്റീഷൻ അധികം വൈകാതെ സ്റ്റാർട്ട് ആവാൻ പോവാ. അപ്പൊ നമുക്ക് അവനെ ഫിറ്റാക്കി മാറ്റണം. അതിനു വേണ്ടി നമുക്ക് ആദ്യമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ ഒരു മാറ്റ് കിടക്കുന്നുണ്ടല്ലോ. പുഷപ്പ് ഒക്കെ എടുത്ത് കുറച്ചെങ്കിലും സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. അയ്യോ, പാവം പട്ടിക്കുട്ടി വിഷന്നിരിക്കാണല്ലോ. അതിന് നമുക്ക് കുറച്ച് സ്നാക്സ് കൊടുക്കാം. അടുത്തതായി നമുക്ക് ആ ടിവിയുടെ വയർ എടുക്കണില്ലേ, അത് പൊട്ടിച്ച് നമുക്കൊരു സ്കിപ്പിംഗ് റോക്ക് ആക്കി മാറ്റാം. കാലിന് നല്ല എക്സസൈസ് ആയല്ലോ. കാലിന്റെ വർക്കൗട്ടായി. ഇനി നമുക്ക് കൈക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഡംബലിൽ വെച്ച് കൊടുക്കാം. അയ്യോ പാവം, അതിനത് പൊക്കാൻ കൂടി ആരോഗ്യമില്ല. ഒരു കബോട്ട് ഇരിക്കണ്ടല്ലോ. ഈ കബോട്ടിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് നോക്കിയാലോ. ഇതില് 2 ഡബ്ബ ഇരിക്കണ്ടല്ലോ. എന്ത് ഗുളികയാ? അതൊന്ന് കഴിച്ചു നോക്കിയാലോ. അയ്യോ, ഇതെന്ത് രൂപം? ഇതെന്താ ഇങ്ങനെ പറ്റിയേ? അയ്യോ, നമ്മൾ ലെവൽ ഫെയിലായി. നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് പുഷപ്പ് സ്റ്റാർട്ട് ആക്കാം. ഇനി പട്ടിക്കുട്ടിക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അതിനെ എനർജറ്റിക് ആക്കിയിട്ട് അങ്ങനെ ആ പട്ടിക്കുട്ടി നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ ഒരു പൂച്ചക്കുട്ടിയും കിടക്കുന്നുണ്ടല്ലോ. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പൂച്ചയും പട്ടിയും വളർത്തിയത് കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ മരുന്ന് കഴിക്കാതെ ഈ പ്രാവശ്യം നമുക്ക് പ്രോട്ടീൻ പൗഡർ തന്നെ കഴിക്കാം. ഇപ്പൊ അവൻ നല്ല ഹെൽത്തി ആയി മാറിയല്ലോ. ഇനി ആ ഡംബലൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവനെ നല്ല മസിൽ വെപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തോലെ ടി വി വയർ മുറിക്കാണ്ട് ആദ്യം തന്നെ ടി വിയിലെ എക്സസൈസ് ഒക്കെ നോക്കി പഠിച്ചതിന് ശേഷം ടി വി വയർ മുറിച്ചിട്ട് നമുക്ക് സ്കിപ്പിംഗ് റോക്കാക്കി മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി പുറത്തേക്ക് ഒരു റണ്ണിന് പോയാൽ മതി. പക്ഷെ ഇത്രയും മഴയത്ത് പോവാൻ കഴിയില്ലല്ലോ. ഈ മഴ മാറാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ കറുത്ത മേഘം ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കിയാലോ. ഇപ്പൊ സ്കൈ നല്ല ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോൾ ജോഗിങ്ങിനൊക്കെ പോയി വരുമ്പോഴേക്കും ആള് നല്ല ഹെൽത്തി ആയി മാറും. ഇനി നമുക്ക് ഈ പോസ്റ്റർ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനെ മത്സരത്തിന് അയക്കാം. നമ്മുടെ ചെക്കൻ ജയിച്ചല്ലോ. ഇതുപോലെയുള്ള ഗെയിംസ് കളിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.